Hello, so friends, welcome to my channel, Reshma Sajid's live. So friends, and എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിനി. സോ ഇപ്പോൾ വൈകുന്നേരം ആയി, ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ ഇന്ന് വീട്ടിലേക്ക് ഇങ്ങ് പോകേണ്ടിയിരുന്നു. അപ്പോൾ ചായ കുടിച്ച് അതിൻ്റെ ശേഷം ഞാൻ പോയി ഫ്രഷായി. പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടില്ല, കുറച്ചും കൂടി എഡിറ്റിംഗ് ബാക്കിയുണ്ട്, എഴുതാൻ ബാക്കിയുണ്ട്. സോ ഫ്രണ്ട്സ്, ഓക്കെ. ഹലോ. സോ ഇന്ന് ഉച്ചവരെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് പോയിട്ടില്ല. പിന്നെ ഉച്ചക്ക് സ്പെഷ്യലി ഞാൻ പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി. ഇന്ന് പിന്നെ ലഞ്ചിന് പരിപ്പും കായും കറിയാ വെച്ചു. പിന്നെ ഉലുവച്ചപ്പ് വറുത്തു. പിന്നെ ഉണക്ക് തെരണ്ടി ഫ്രൈ ചെയ്തു. പിന്നെ പപ്പടം വാട്ടി. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ ചോറ് ഇന്നലത്തെ 2 ടൈപ്പ് ചോറ് രണ്ടും വെച്ച്. പിന്നെ കറക്റ്റ് 2:30 ആയാലും 2:30ക്ക് ഉച്ചക്ക് പിന്നെ ഉച്ചയേരം ഊണ് കഴിച്ച് ചോറൊക്കെ എല്ലാം കഴിച്ച്. പിന്നെ അതിന് ശേഷം ഒരു 3:30 to 5 o'clock വരെ വീണ്ടും ഉച്ച ഉറക്കമായിരുന്നു. ഉച്ച ഉറക്ക് നമുക്ക് മസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മസ്റ്റാണ്. കാരണം ഫുൾ ടയേർഡായിരിക്കും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല ടയേർഡുണ്ട്. കുറച്ച് മുന്നേ മീൻസ് നല്ല ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട്, ബോഡി പെയിനൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല ഒരു ലൈഫായിരുന്നു. ഇപ്പോൾ 2 ദിവസം 3 ദിവസം ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോഡി പെയിനായിട്ട് കിടക്കുന്നു. ഇപ്പോൾ ഈ കുറച്ച് 2-3 ദിവസം ഇങ്ങനെ ഉണ്ടാകും. 2 ദിവസം മുന്നെയും അങ്ങനെ ഞാൻ ജോബിന് പോയിട്ടില്ലായിരുന്നു. പിന്നെ ശേഷം പിന്നെ ഇപ്പോൾ ഉച്ചക്ക് തുണിയൊക്കെ ആറിയിട്ട്, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടെല്ലാം എല്ലാം ഇങ്ങനെ ഹാങ്കറിലാണ് ഇടൽ. പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പം ഇവിടെ കാണുന്നില്ല, ട്യൂബ് ലൈറ്റ് പിടിപ്പിച്ച പോലെയില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ വെയിലൊന്നുമില്ല കാലാവസ്ഥ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ രാത്രി നിന്നിട്ടെല്ലാം നല്ല വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് തന്നെ ഫുൾ എല്ലാം രാത്രി ഫുഡെല്ലാം ആക്കി വെക്കും. പിന്നെ ഇപ്പം പിന്നെ കുറച്ച് 2 ദിവസം ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആവലുണ്ട്. ബോഡി ഒരു ടയർഡ്നെസ്, ഒന്നും കഴിയാത്ത പോലെ. അപ്പോൾ ഇങ്ങനെ മെല്ലെ പണിയൊക്കെ ഞാൻ മെല്ലെ എടുക്കും. പിന്നെ നാളെ ഇനിയിപ്പം പോവും ജോബിന്. രാവിലെ എല്ലാം ആക്കി വെച്ചിട്ടാണ് പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ആയാൽ പ്രോബ്ലമില്ല ലൈഫിൽ. അങ്ങനെ ചില സമയം നല്ല കറക്റ്റായിട്ട് പോകും. പക്ഷെ ചില സമയം ഇങ്ങനെ മെല്ലെ ഓരോ ദിവസം ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിന്നാൽ കുറച്ചായിട്ട് പണിയെടുക്കുമ്പോൾ അത് 4ാമത്തെ ദിവസം എല്ലാ പണിയും കംപ്ലീറ്റ് ആവും. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ പണിയും കംപ്ലീറ്റ് തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ ബ്രെഡും ഓംലേറ്റും ആക്കുക. ഇപ്പോൾ വൈകുന്നേരം ചായക്ക് ചായയും ബോണ്ടിയും കഴിച്ച്, പിന്നെ അത്രയും കഴിച്ച്. പിന്നെ അവർ രണ്ടും പോയി, ഹസ്ബൻഡും മകനും പുറത്ത് പോയിട്ടില്ല. അപ്പം പിന്നെ അവരെന്നെ അഭിപ്രായം പറഞ്ഞതാണ് ബ്രെഡാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ഇപ്പോൾ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കറി രാവിലെ വെച്ചിട്ടാണ് പോയത്. ഇന്ന് പിന്നെ ഞാൻ രാവിലെ 12 മണി വരെ ഉറക്കായിരുന്നു. അപ്പോൾ ഉച്ചക്ക് പിന്നെ 12 മണിക്ക് പിന്നെ ആസ് യൂഷ്വൽ ഉച്ചക്കത്തെ ചോറും കറിയും വെച്ച്. അപ്പോൾ അതെല്ലാം ആക്കുമ്പോൾ
ആക്കുന്നതിൻ്റെ ഇടയിൽ 1:30 ഇവരെത്തിന്. പക്ഷെ കാല് നല്ല വേദനയുള്ളതുകൊണ്ട് കുറച്ച് ഇവർ ചെയ്ത് ബാക്കി ഞാൻ ഇരിക്കില്ലായിരുന്നു. സോ ഫ്രണ്ട്സ്, എന്നാൽ പിന്നെ നമുക്ക് ഞാൻ ഇന്നത്തെ എനിക്ക് ആക്ച്വലി ഒരു ഇങ്ങനെ നല്ലൊരു ഇൻസ്റ്റാൻറ്റിൻ്റെ ഇത് ശരിയാക്കാനുണ്ട് അത്ര, അതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഒരു കറക്റ്റ് വ്ളോഗിങ് എടുക്കാൻ പറ്റാത്ത, പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ശരിയായാൽ പിന്നെ ഓക്കെ ആവും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ തന്നെ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ മൈ ചാനൽ. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വ്ളോഗേഴ്സ് സ്പെഷ്യലി ഷെയർ ചെയ്യുക. അപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ വ്ളോഗിന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. സോ ബൈ ബൈ, ടേക്ക് കെയർ.